ഒരു വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ ഗസ്റ്റിൻ്റെ രീതിക്ക് നിൽക്കണം. അല്ലാതെ വീട്ടിനകത്ത് കയറി വന്നിട്ട് കൊണയടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് നല്ല സ്വഭാവമല്ല. കാരണം വേറെ ഒന്നുമല്ല, കഴിഞ്ഞ 2 ദിവസം മുമ്പ് ബിഗ് ബോസ് ഇന്ന് നേരത്തെ ബിഗ് ബോസ് പറഞ്ഞു വിട്ട ടീമുകളെല്ലാം കൂടെ തിരിച്ച് വിളിച്ചിട്ടുണ്ട്. കാരണം ഫിനാലെയാണ് വരണത്. പിന്നെ 2 ദിവസം അതിന് മുമ്പ് നിങ്ങൾ മത്സരിച്ച് നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഒരു വട്ടം കൂടെ വന്ന് ഹാപ്പിയായി എൻജോയ് ചെയ്ത് പോടേന്നും പറഞ്ഞാണ് ബിഗ് ബോസ് വിളിക്കുന്നത്. പക്ഷേ ഈ മൗർക്കാലികളെല്ലാം കൂടെ വന്നിട്ട് എനിക്ക് അറിഞ്ഞൂടാ യവന്മാരൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കണമെന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇത് കണ്ടുകൊണ്ടിരിക്കണം നിങ്ങൾക്കും എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാവും. ഹൃദയമുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് അവന്മാരവിടെ ഉണ്ടാക്കി വെക്കുന്നത്. ഞാൻ പറയാൻ കാര്യം വേറൊന്നുമല്ല, മനസ്സിൽ കുഷ്ഠവും വൈരാഗ്യവും വിദ്വേഷവും പകയും വെച്ച് അമ്മാതിരി ഐറ്റങ്ങളെയാണ് ഈ ബിഗ് ബോസിനകത്ത് ഇപ്പം കാണാൻ പറ്റുന്നത്. സത്യം പറയാമല്ലോ, ഒരാളല്ല 2 ആളല്ല, കുറേ പേരെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ ഇപ്പോൾ റീ എൻട്രി ചെയ്ത 1 or 2 പേരൊഴിച്ച് ബാക്കിയുള്ള എല്ലാണോ ചുമ്മാ ക്യാമറയ്ക്ക് മുമ്പിൽ കിടന്ന് പട്ടി ഷോയാണ് കാണിക്കുന്നത്. പട്ടി ഷോ, ബിഗ് ബോസിൽ നിന്ന് കാണിക്കാത്ത പട്ടി ഷോ ഇപ്പം തിരിച്ച് വന്നിട്ട് അവിടെ ഉള്ളവരുടെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ അടുത്ത് നടക്കത്തില്ല, അതുകൊണ്ട് അവന്മാർ അങ്ങോട്ട് പോകണില്ല. അനുമോളെ പിടിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരെ പിടിക്കുന്നുണ്ട് ഇവന്മാർക്ക് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ മുൻഷി രഞ്ജിത്ത് അടക്കം വീട്ടിനകത്തോട്ട് കയറി വന്നതിന് ശേഷം അവിടെ കിടന്ന് കാണിക്കുന്ന കുന്നായ്മത്തരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റന ഫാത്തിമ വരുന്നു, റന ഫാത്തിമയുടെ കിടക്കുന്ന ചുമ്മാ ചൊറിയുന്നു. അവന്മാരെക്കാട്ടിയും താഴെയാണെന്ന് തോന്നുന്ന ടീമുകളെടുത്ത് എല്ലാം കയറി അടിക്കുകയാണ്. എന്നിട്ട് പറയണേ എനിക്ക് എൻ്റെ VR-ന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന്. അവിടെയാണ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവന്മാർ വിചാരിച്ച് വെച്ചേക്കുന്ന ബിഗ് ബോസിനകത്ത് അടി ഉണ്ടാക്കിയാൽ മാത്രമേ കണ്ടൻറ് ഉണ്ടാവുള്ളൂ എന്നാണ് ഇങ്ങനത്തെ വാണങ്ങൾ വിചാരിച്ച് വെച്ചേക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവന്മാരൊക്കെ ഏതോ നൂറ്റാണ്ട് പിറകിലാണ്. മുൻഷി നടത്തുന്ന കാലം 2000-ലൊക്കെയാണ് മുൻഷി രഞ്ജിത്തൊക്കെ നിൽക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഒരു കാര്യം ആലോചിക്കണം, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് സംഭവം. അതായത് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ പല കാറ്റഗറിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന, ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ പല മേഖലകളിൽ ജോലി ചെയ്യുന്ന, അതിൽ മികച്ച ആൾക്കാരെ കൊണ്ടുവരുന്നു. ലക്ഷോപലക്ഷം ആൾക്കാരുടെ ആപ്ലിക്കേഷനാണ് ഒരു ബിഗ് ബോസിൻ്റെ സീസണിലേക്ക് വരുന്നത്. ഈ ഒരു സീസൺ തീരാറായപ്പോൾ തന്നെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ആപ്ലിക്കേഷൻസ്. ഞാൻ ഈ കിട്ടുന്ന ലക്ഷോപലക്ഷം ആപ്ലിക്കേഷനിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇൻ്റർവ്യൂവിന് വിളിച്ച് അവസാനം ഒരു 10-60 പേരെ അങ്ങ് എടുക്കും. എന്നിട്ട് കട്ട് ഷോട്ട് ചെയ്താണ് കുറച്ച് പേരെ എടുക്കുന്നത്. അപ്പോൾ അത്രയും മൾട്ടി ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ എടുത്തു കഴിയുമ്പം അത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-30ഓളം ക്യാമറ ഉള്ള ഒരു വീട്ടിനകത്ത് കൊണ്ടിടുന്നു. ഇവരുടെ ഇടയിലുള്ള ഇമോഷൻസ് അടിമഴക്കും അല്ല കാര്യം. ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് കിടന്ന് അടി ഉണ്ടാക്കുന്ന, അതായത് പണ്ടൊക്കെ നമ്മൾ ഈ ലാലേട്ടൻ്റെ നരസിംഹത്തിലും 6-ാം തമ്പുരാനിലൊക്കെ കാണുന്ന മറ്റേ വെള്ളത്തിൽ നിന്നൊക്കെ എണീറ്റ് വന്നിട്ട് മറ്റേ കാണിക്കുന്നില്ലേ, പൂക്കി കാണിക്കുന്ന ആ സംഭവങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളാണ് ഇപ്പോഴും എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാടമ്പിത്തരം കാണിച്ചാലേ എനിക്ക് പവർ ഉള്ളൂ എന്ന് കാണിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇവന്മാർ വിട്ട് വന്നിട്ടില്ല. ഇവന്മാർ സ്റ്റിൽ പാസ്റ്റിലാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ അടിയും വഴക്കും ഉണ്ടായാലേ എന്തോ വലിയ കണ്ടൻറ്റ് ഞാൻ കൊടുത്തു എന്നുള്ള തോന്നലാണ് ഇവന്മാരൊക്കെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇവന്മാർ വരുന്നവരെ ഒരു പ്രശ്നമില്ലായിരുന്നു. വന്നു കഴിഞ്ഞ് എപ്പിസോഡ് തുറന്നു കഴിഞ്ഞാൽ അടിയും വഴക്കും മേളവും തന്നെ. സത്യം പറഞ്ഞാൽ കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിപ്പോൾ. അതുപോലുള്ള മലിനമായ എപ്പിസോഡ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം ഇവന്മാരതല്ലേ കൊടുക്കുന്നുള്ളൂ. മെയിനായിട്ട് ആ ഒരു വിഷയം നടന്നതിൻ്റെ പേരിൽ അനുമോളെ ഇട്ട് അങ്ങ് താറടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ആ ഒരു എപ്പിസോഡ് അത് കഴിയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് എത്ര ദിവസങ്ങളായി ആ ഒരു വിഷയം വന്നു. ലാലേട്ടൻ ആ വീക്കെൻഡിൽ അത് പറഞ്ഞു, അത് തീർത്തു. പിന്നെ ഇവന്മാർ കയറി വന്ന് അതിനകത്ത് ഇത് വീണ്ടും കുത്തിപ്പൊക്കിയാണ്. കാരണം പറയാൻ വേറെ ഒന്നുമില്ല കണ്ടൻറ്റ്. ഈ കണ്ടൻറ്റ് സ്വന്തമായി ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇല്ലാതെ വരുമ്പോഴാണ് ഈ ഈസി ആയിട്ടുള്ള അടിയും വഴക്കം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഈ നല്ല മൊമെൻറ്റ്സ് ഉണ്ടാക്കാൻ വളരെ പാടാണ്. അപ്പോൾ ഇപ്പോഴും ഇവന്മാർ ഏതോ നൂറ്റാണ്ടിൽ കിടന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊന്നും ഇവന്മാർ മുക്തമായിട്ടില്ല. അവർ വിചാരിക്കണം ഇങ്ങനെയുള്ള സെറ്റപ്പൊക്കെ കാണിച്ചാലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ, എനിക്ക് ആളായി കിട്ടുള്ളൂ എന്ന്. എന്നാൽ ഈ മുൻഷി രഞ്ജിത്തൊക്കെ ആദ്യത്തെ വീക്കിൽ ഔട്ടായി പോയതാണ്. ചിലപ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും ഇപ്പോൾ കയറി വന്നിട്ട് കാണിക്കുന്നത്. എന്ത് പറയാനെന്ന് ആലോചിക്കണേ. മുൻഷി മാത്രമല്ല, ഇനി 2ാമത്തെ കാര്യം ജിഷിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോണത്. ജിഷിനും നിവിനും തമ്മിലുള്ള പ്രശ്നം. ഇന്നത്തെ പ്രൊമോയിൽ നെവിൻ കരയുന്നൊരു പ്രൊമോയാണ് ഏഷ്യാനെറ്റ് ഇട്ടേക്കുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, ലൈവ് കണ്ടുകൊണ്ടിരുന്നവർക്കറിയാം. അതിനകത്ത് ഈ കിച്ചൺ ടീമിനകത്ത് 2 പേരാണ് ഇപ്പോൾ ഉള്ളത്. ഈ കുറച്ച് 7 കണ്ടസ്റ്റൻസ് ഉള്ളതുകൊണ്ട് 2 പേരാണ് കിച്ചൺ ടീമിലുള്ളത്. അപ്പോൾ 14 പേര് വരുമ്പോൾ ഈ 2 പേരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത്, സ്വാഭാവികമായിട്ട് വന്നവരും നിന്നവരും എല്ലാവരും കൂടെ കയറി കിച്ചണിൽ കുക്ക് ചെയ്യുകയാണ്. ആ സമയത്ത് ജിഷിനും നിവിനും തമ്മിൽ എന്തോ ഒരു ചെറിയൊരു ക്ലാഷ് ഉണ്ടായി. നിവിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൊറി എടുക്കാത്തൊരു ടീമാണ്. നിവിൻ നൈസായിട്ട് അവിടെ നിന്ന് കിച്ചണിൽ നിന്ന് പോയി. വെറുതെ എന്തിനാണ് വഴക്കിടുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അവസാനത്തെ എപ്പിസോഡിലോട്ട് അവസാനത്തെ വീക്കിലോട്ട് എത്തി നിൽക്കുന്നതുകൊണ്ട് ഇനി വെറുതെ വഴക്കിടുന്നത് എന്തിനെന്ന് വെച്ചിട്ട് നെവിൻ അതിനകത്ത് വള്ളി പിടിക്കാൻ പോയില്ല. നൈറ്റിലത്തേക്ക് പൂരിയായിരുന്നു ഫുഡ്. അപ്പോൾ ഈ ഫുഡ് റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് നെവിൻ അതിൽ നിന്ന് വന്ന് ഒരു പൂരി അങ്ങ് എടുത്ത് ദേണ്ടടാ കിടക്കുന്നു. അടുത്ത വേണം. ആ ജിഷിൻ എന്ന് പറഞ്ഞ ഒരുത്ത അവൻ്റെ കൈ കയറി പിടിച്ചിട്ട് അവൻ കടിച്ച പൂരീനെ വലിച്ചെടുത്ത് നേരെ ഡസ്റ്റ്ബിനിലിട്ടേക്കുന്നു.
ഒന്ന് ചിന്തിച്ച് നോക്കണം. ഇവൻ്റെയൊക്കെ ഉള്ളിലുള്ള മലിനങ്ങൾ ഇവനെയൊക്കെ എങ്ങനെ വീട്ടിൽ സഹിക്കുന്നു എന്നുള്ളത്. ഇവൻ്റെയൊക്കെ സോഷ്യൽ സർക്കിളിലുള്ള അവന്മാരൊക്കെ എങ്ങനെ ഇത് ചിലപ്പോൾ അവരുടെ ഒന്നും കാണിക്കില്ലായിരിക്കും, കാരണം നാളെ കാണേണ്ടതല്ലേ. നിങ്ങളെ വീട്ടിലോട്ട് ഒരു ഗസ്റ്റ് വരികയാണ്. ഗസ്റ്റ് വന്നു, നിങ്ങളെല്ലാവരും ഉണ്ടെന്ന് കുക്ക് ചെയ്യുന്നു. നിങ്ങളും ഗസ്റ്റിലുള്ള ഒരാളുമായിട്ട് വഴക്കുണ്ടായി ആ ഗസ്റ്റിലുള്ള ഒരാൾ പോയിരുന്നു. പിന്നീട് ആ ഗസ്റ്റ് വന്ന് നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഫുഡിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കയ്യിലെടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആ പുള്ളിയുടെ കയ്യിൽ നിന്ന് അത് മേടിച്ചിട്ട് അത് എടുത്ത് ഡസ്റ്റ്ബിനിൽ ഇടുമോ? സ്വാഭാവികമായിട്ടുള്ള ആരും അത് ചെയ്യത്തില്ല. പക്ഷേ ഇവ അത് ചെയ്ത്. അത്ര മലിനമായിട്ടുള്ളവന്മാരാണ് ഇപ്പോഴത്തെ ഈ റീ എൻട്രി എപ്പിസോഡ് മൊത്തത്തിൽ വാണക്കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം വാണക്കേസ്. ആ ശൈത്യയുടെ കേസ് തൊട്ട് തുടങ്ങിയതാണ്. ശൈത്യ വിറ്റായി പോയ സമയത്തുള്ള കാര്യം തൊട്ട് തുടങ്ങിയതാണ്. അനുമോക്ക് കാറുണ്ട്, അനുമോക്ക് വീടുണ്ട്, അനുമോക്ക് പറമ്പുണ്ട്, എന്നിട്ടാണ് അച്ഛൻ്റെ ഓപ്പറേഷൻ നടത്താൻ പൈസ ഇല്ലെന്ന് പറയുന്നത്. PR-ന് കൊടുക്കാൻ 16 ലക്ഷം ഉണ്ടെന്നൊക്കെ അവളിരുന്ന് പറയണത്. ഇനി അത് പറയും ഇവളാര്? ഇവളെ കാര്യം നോക്കണം. ഇവളെ വന്ന് ഗെയിം കളിക്കണം. ഗെയിം കളിക്കുമ്പോഴത്തേക്കും PR ഉണ്ടെങ്കിൽ PR അതെടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യും. ഇവളെ ഗെയിം കളിക്കണം, നിൽക്കണം, പോകണം. അവനവൻ്റെ കഴിവനുസരിച്ച് വെച്ച്. ഇതിപ്പോൾ നോക്കുമ്പോഴത്തേക്കും അനുമോൾ നൈസായിട്ട് കളിക്കുന്നുണ്ട്. അവൾ പൈസ എറിയാതിരിക്കും. PR ഇവിടെ ആരും മറച്ചുവെച്ച് ചെയ്യുന്ന കാര്യമൊന്നുമില്ല. പബ്ലിക് റിലേഷൻ എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അത് ഗവൺമെൻറ്റിന് PR ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ PR ഡിപ്പാർട്ട്മെൻറ്റാണ് IPRD എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിലോ ഗൂഗിളിലോ കയറി സെർച്ച് ചെയ്ത് നോക്കുക. IPRD കേരള എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ PR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം അതിനകത്ത് കാണും. അപ്പോൾ ഗവൺമെൻറ്റിനടക്കമുള്ള ഈ പബ്ലിക്കായിട്ടുള്ള PR അത് പൈസ കൊടുത്ത് അത് എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ പേരിൽ കിടന്ന് അടികൂടണം. കഷ്ടം തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കലുഷിതമായിട്ടുള്ള മനസ്സ് തന്നെ സത്യം പറയാം. മലിനം കൊണ്ട് നിറഞ്ഞു പോയി ഇവന്മാരെയൊക്കെ മനസ്സ്, ഇവളുമാരുടെയും. അതായത് വൈരാഗ്യവും ദേഷ്യവും പകയും. എൻ്റെ അമ്പോ എന്താ എനിക്ക് അറിഞ്ഞോട് സത്യം പറഞ്ഞാൽ. ഇതൊക്കെയാണ് വീട്ടിൽ ഈ കയറി വന്ന ഗസ്റ്റുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിനകത്ത്. സത്യം പറഞ്ഞാൽ ഇതിനുള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ കൊടുത്ത മറുപടിയാണ് കറക്റ്റ്. അതായത് ഒരു വീട്ടിൽ ഗസ്റ്റ് വന്ന ഗസ്റ്റിൻ്റെ സ്ഥാനത്ത് നിൽക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബിഗ് ബോസിൻ്റെ വേറൊരു കണ്ടന്റുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ 90s Kid Official സൈനിങ് ഓഫ്.